ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സമോസയും കട്ട്ലേറ്റും ഒക്കെ ആയിരിക്കില്ലേ ഓരോ ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു വെറൈറ്റി ആക്കി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്നാൽ വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം വെള്ളമൊക്കെ വാർത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേക്കണം. ഇനി എനിക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ചിക്കനൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാം. ഇതേപോലെ പറ്റ ചെറിയ കഷ്ണമാക്കരുത്, ഒരു അത്യാവശ്യം ഒരു പാകത്ത് വലുപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് മൈദ ഇങ്ങനെ കുറച്ചത് ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ബാലൻസ് ആയി നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മൈദയും കോൺഫ്ലവറൊക്കെ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും പിന്നെ നമ്മൾ കൂടുതൽ അളവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം പൊരിച്ചിട്ട് നമുക്കിത് കോരി മാറ്റണം. പിന്നെ അത് ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കണ ലോഡഡ് ഫ്രൈസിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ നല്ല വില കൊടുത്തിട്ടാണല്ലോ ഈ ലോഡഡ് ഫ്രൈസ് വാങ്ങൽ. പക്ഷേ അതിൽ നിന്ന് കുറച്ചൊരു വെറൈറ്റി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് വിലയും കൊടുക്കണം, പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോരി മാറ്റിയിട്ട് നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ മൈദ കുറച്ച് അധികമായിട്ട് ഇങ്ങനെ നല്ലോണം കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രോസ്റ്റിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള ചിക്കനായിട്ട് കിട്ടും. നമ്മൾ ചിക്കൻ പോപ്കോണൊക്കെ റെഡിയാക്കുമല്ലോ, അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ചിക്കനായിരിക്കും കിട്ടുക. അപ്പോൾ നല്ലോണം പറ്റ ക്രിസ്പി ആയി പോകരുത്, ഏകദേശം ക്രിസ്പാവും വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ നോമ്പിനെന്നും ഈ സമൂസയും കട്ട്ലേറ്റും ആ ഒരു ടൈപ്പിലുള്ള മസാല ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതൊക്കെ തിന്നിട്ട് ഒരു മടുപ്പ് വരുമ്പോൾ പിന്നെ മടുക്കാനൊന്നും ആയിട്ടില്ല, നോമ്പ് തുടത്തിയിട്ടുള്ളൂ. നമുക്കൊരു 10 കഴിയുമ്പോഴത്തേനിരിക്കും ഏകദേശം ആ ഒരു ടൈപ്പ് സ്നാക്കുകളൊക്കെ മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ മടുക്കണതിന് മുന്നേ തന്നെ ഇതേപോലെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതേപോലെ മറ്റേ ഭാഗവും നല്ലോണം പൊരിഞ്ഞ് വന്നിട്ട് ഇത് കോരിയെടുക്കാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതാ ബ്രെഡ് ഇതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതാക്കി ക്യൂബാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു പാനിക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ലോഡഡ് ഫ്രൈസിൽ ഇത് ഉണ്ടാവില്ല, പക്ഷേ ഇതും കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. മറ്റേത് വെറും ഈ ഒരു ചീസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാത്രമേ ഉള്ളവരുണ്ടാവും, പക്ഷേ ബ്രെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേ പാനിക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ നല്ലോണം ആയിട്ട് പിന്നെ ഒരു 1.25 കപ്പ് പാലൊഴിച്ചിട്ട് ഇത് നല്ലോണം ആ ഒരു മൈദ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചീസാണ്, മൊസറല്ല ചീസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി സ്ലൈസ് ചീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചീസിനൊന്നും പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചില ആളുകൾക്ക് കൂടുതൽ ചീസ് ഇഷ്ടം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് നല്ലോണം ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഒരു ചീസ് മെൽറ്റ് ചെയ്യണ ആ ഒരു ടൈം മതി കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടിന്നെടുത്തിട്ട് കുറച്ച് മയോണൈസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മയോണൈസൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് പകുതി എടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക, അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കട്ടോ.
പിന്നെ ചെയ്യേണ്ടത് നമ്മൾ മൈദയും പാലൊക്കെ വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കിയാലോ അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കണമെന്നൊന്നുമില്ല, ഞാൻ ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ വീണ്ടും ഇതേപോലെ കുറച്ച് മയോണൈസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യട്ടോ. ബ്രെഡ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറച്ചൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ വീണ്ടും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ ശേഷം വീണ്ടും ആ ഒരു സോസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മയോണൈസും അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഞാൻ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ചീസാണ് കേട്ടോ. അപ്പോൾ ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കണം കേട്ടോ. മൊസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ സ്നാക്ക് ഇവിടെ സെറ്റ് ആയിക്കണം. ഇപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഓവനിൽ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും കേട്ടോ. ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യണം ആ ഒരു ടൈമുള്ളൂ, അല്ലാതെ ഇതൊന്നും കുക്കിങ്ങിൻ്റെ ടൈമൊന്നും ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഓൾറെഡി കുക്ക് ചെയ്ത സംഭവമാണല്ലോ. നിങ്ങൾക്ക് ഓവനിൽ വെക്കണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ. നമ്മൾ കേക്കും ഒക്കെ ചെയ്യണ പോലെ ഒരു പാന് 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ ഏത് ടിന്നിൽ അത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ചീസ് മെൽറ്റ് ചെയ്യണ ആ ഒരു ടൈം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ സ്നാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിരിക്കണം കേട്ടോ. നല്ലവണ്ണം ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ്. ആ ഒരു ചീസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിക്കണ സമയത്ത് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. എന്നാലുള്ള ആ ഒരു മയോണൈസും സോസും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞ ആ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.